ഹായ് കേരറ്റ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 തന്നെ എയർഫോഴ്സ് 01/2027 ഇൻടേക്കിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനാണ് ഔട്ടായിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ പോയിന്റും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, നിങ്ങളും എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ എക്സാമിന് വേണ്ടി എങ്ങനെയാണോ റിട്ടേൺ ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ ഫോം ഫില്ലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം ഫില്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ഈ ലാസ്റ്റ് 2 to 3 മന്ത് നിങ്ങൾ പഠിക്കുന്നത് തന്നെ എല്ലാം വേസ്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഫോം ഫില്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർഫോഴ്സ് അല്ല, എല്ലാത്തിൻ്റെയും ഏത് ജോബ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഫോം ഫില്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. കുട്ടികളെ 2026 എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2024-25 തന്നെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കും നേവിയിലേക്കും ആർമിയിലേക്കും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ എയർഫോഴ്സിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും സ്റ്റേജ് 1-ൻ്റെയും സ്റ്റേജ് 2-ൻ്റെയും ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. ഫസ്റ്റ് കുട്ടികളെ, നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് CISB എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ CISBയുടെ നിങ്ങൾക്ക് ഒഫീഷ്യൽ പേജ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ ഈ പേജ് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എയർഫോഴ്സ് ഇൻഡെക്സ് 01/2027. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ന്യൂ പേജാണ്. പുതുതായിട്ടാണ് അവർ ഇതേ രീതിയിൽ പേജ് ക്രിയേറ്റ് ചെയ്തത്. കേട്ട കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം, എയർമാൻ അതുപോലെ തന്നെ അഗ്നിവീർ വായു. നിങ്ങൾ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഫോം ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ അഗ്നിവീർ വായുവിൽ ക്ലിക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർമാൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോൾ +2 PCM പഠിച്ച ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ അപ്ലൈ ചെയ്യാം. നിങ്ങൾ PCB പഠിച്ചൊരു കേഡറ്റ് ആണെങ്കിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചൊരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എയർമാൻ അതായത് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എയർഫോഴ്സ് വൈ എന്നൊരു ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കേട്ട കുട്ടികളെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നമ്മൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ ചോദിച്ചാലും മതി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്നത്, അതായത് ഇവിടെ നമ്മൾ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന അഗ്നിവീർ വായു എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ആണ് കേട്ടോ. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുട്ടികളെ സൈൻ അപ്പ്, എല്ലാ കുട്ടികളും സൈനപ്പ് ചെയ്യണം. ഈ സൈനപ്പ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. സൈനപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ. അതാണ് കുട്ടികളെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷന് നേരെ തന്നെ ക്ലിക്ക് ഹിയർ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലുള്ള അതേ പേര് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാൻ നോക്കണം. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യുക. മൊബൈൽ നമ്പർ ഒന്നുകൂടി നിങ്ങൾ കൺഫേം ചെയ്യണം. പിന്നെ മെയിൽ അഡ്രസ് മെൻഷൻ ചെയ്യുക. മെയിൽ അഡ്രസ് നിങ്ങൾ ഒന്നുകൂടി കൺഫേം ചെയ്യണം. അതിനുശേഷം ജനറേറ്റ് OTP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യണം. അതിന് താഴെ തന്നെ നിങ്ങൾക്ക് ക്യാപ്ച കോഡും കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം പിന്നെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലും അതുപോലെ തന്നെ മെയിൽ IDയിലും വന്ന് കാണും. പിന്നെ നിങ്ങൾ OKയിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫില്ല് ചെയ്ത അതേ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ പേര് കാണാൻ പറ്റും, നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന് താഴെ എൻ്റർ മൊബൈൽ OTP അതുപോലെ എൻ്റർ ഇമെയിൽ OTP എന്ന് കാണാം. ഇവിടെ നിങ്ങളുടെ ഫോണിൽ വന്ന OTP മെൻഷൻ ചെയ്യണം. ഇവിടെ ഇമെയിൽ IDയിൽ വന്ന OTP മെൻഷൻ ചെയ്യണം. അതിനുശേഷം വാലിഡേറ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്താണ് കുട്ടികളെ, വാലിഡേറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റും. അതിന് താഴെ നിങ്ങൾക്ക് എഗ്രി എന്ന ഓപ്ഷൻ ഉണ്ട്, പിന്നെ ക്യാപ്ച കോഡ് ഉണ്ട്. ഇത് രണ്ടും എൻ്റർ ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഐ എഗ്രി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ ഇതാണ് നമ്മുടെ ക്യാപ്ച കോഡ്. താഴെ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കാണാൻ പറ്റും, വെരിഫിക്കേഷൻ ഫോർ, പിന്നെ എൻ്റേർഡ് വാല്യൂ, സെലക്ട് ദ ചെക്ക് ബോക്സ് ഇഫ് ദ എൻ്റേർഡ് വാല്യൂ ഇസ് ഡിസ്പ്ലേഡ് കറക്റ്റ്ലി. നിങ്ങൾ ഇവിടെ എന്താണ് ടിക്ക് ഓപ്ഷൻ കൊടുക്കണം. ടിക്ക് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഐ എഗ്രി എന്ന് കൊടുക്കണം കേട്ടോ കുട്ടികൾ. ഐ എഗ്രി കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്താണ് സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഓക്കെ ഓപ്ഷൻ ചെയ്യണം, ക്ലിയർ. അതിനുശേഷം നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്താണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ലഭിച്ചിട്ടുണ്ട്. ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം
അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാണാം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ നെയിമും ഇമെയിൽ അഡ്രസ്സും എല്ലാം കാണാവുന്നതാണ്. പിന്നെ മൊബൈൽ നമ്പറും കാണാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങളിവിടെ ലോഗ് ഔട്ട് ചെയ്യണം. ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പേജിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡി മെൻഷൻ ചെയ്യണം, പാസ്വേഡ് മെൻഷൻ ചെയ്യണം. യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ആണ്. പിന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ആൾറെഡി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ ഷെയർ ചെയ്തതാണ്. ഇവിടെ നോക്കൂ കുട്ടികളെ, ആൻഡ് ഇമെയിൽ ആൻഡ് SMS ഹാസ് ബീൻ സെൻഡ് കണ്ടെയ്നിങ് ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ഐ ഡി ആൻഡ് ഡിഫോൾട്ട് പാസ്വേഡ്. ഇതെല്ലാം ആൾറെഡി നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഇമെയിൽ കൂടിയും അതുപോലെ തന്നെ SMS അലേർട്ടിൽ കൂടിയും. അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. മനസ്സിലായല്ല? അതാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. പിന്നെ നിങ്ങൾ സൈൻ ഇൻ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡ് ഉണ്ടല്ലോ, അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ പാസ്വേഡ് നിങ്ങൾ ആഡ് ചെയ്യണം. യൂസർ ഐ ഡി ആഡ് ചെയ്യണം, ഓൾഡ് പാസ്വേഡ് ആഡ് ചെയ്യണം, അതിനുശേഷം ന്യൂ പാസ്വേഡ് ആഡ് ചെയ്യണം. പിന്നെ പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യണം. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേ രീതിയിൽ പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് സക്സസ്ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. പ്ലീസ് ലോഗിൻ അഗൈൻ എന്ന് നിങ്ങൾക്ക് കാണാം. പിന്നെ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് നിങ്ങൾ പിന്നെ ഒന്നുകൂടി നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം ക്യാപ്ച കോഡ് കൊടുക്കണം, പിന്നെ സൈൻ ഇൻ കൊടുക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കൂ കുട്ടികളെ, മനസ്സിലായ? അത്രയും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗോ ടു ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് പേജ് ലഭിക്കും. ഇവിടെ ഗോ ടു ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ബാക്കി ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത അപ്ഡേറ്റ്സ് ആണ്. പിന്നെ ഗോ ടു ആപ്ലിക്കേഷൻ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് ഇവിടെ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്, എല്ലാ കാര്യങ്ങളും, പേയ്മെന്റ് എല്ലാം ഇതേ രീതിയിൽ പേജ് ലഭിക്കും. ഇവിടെ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. റീഡ് ചെയ്തതിനു ശേഷം മുകളിലോട്ട് നിങ്ങൾ അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് കാണാം. ഇതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്യണം. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണം. ഇവിടെ ആൾറെഡി ആപ്ലിക്കേഷൻ നമ്പറും കുറച്ച് അപ്ഡേറ്റും വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ബാക്കി സ്പേസിലാണ് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ, നെയിം, പിന്നെ മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ജെൻഡർ ഏതാണോ അത് മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മെൻഷൻ ചെയ്യണം. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ആ ഇൻഫർമേഷൻ മെൻഷൻ ചെയ്യണം. അതായത് യൂട്യൂബിൽ നിന്നാണോ അതോ ന്യൂസ് പേപ്പറിൽ കൂടിയാണോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് കിട്ടുക നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുക. മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യണം. മാരീഡ് ആൻഡ് അൺമാരീഡ് സ്റ്റാറ്റസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡൊമസൈൽ അപ്ഡേറ്റ് ചെയ്യണം. ഡൊമസൈൽ അപ്ഡേറ്റ് പെർമനൻ്റ് ആണോ അതോ അല്ലയോ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. സെലക്ട് ഡൊമസൈൽ കാറ്റഗറി, പെർമനന്റ് ഡൊമസൈൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുക, ഡിസ്ട്രിക്ട് മെൻഷൻ ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് എല്ലാം മെൻഷൻ ചെയ്യണം. ഹൗസ് നമ്പർ, സ്റ്റേറ്റ്, തഹസിൽ, വില്ലേജ്, ടൗൺ, പിൻകോഡ്, കൺട്രി, ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട്, പോസ്റ്റ് ഓഫീസ്, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഇതെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആധാറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ ഈ ഒരു പേജിൽ തന്നെ ഈസ് പെർമനന്റ് അഡ്രസ് സെയിം ആസ് കറസ്പോണ്ടന്റ് അഡ്രസ്. ഈ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണോ നിങ്ങളുടെ കറസ്പോണ്ടന്റ് അഡ്രസ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇപ്പോഴും ആ അഡ്രസ്സ് തന്നെയാണോ ചോദിച്ചേക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കി പെർമനന്റ് അഡ്രസ്സ് എന്നൊരു കോളം ഇവിടെ കാണും. ബാക്കി ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ നേരത്തെ ഫില്ല് ചെയ്ത് അത് തന്നെ ഇവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് സ്ലൈഡ് ഇതേ രീതിയിലായിരിക്കും വരുന്നത്. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്ത കാര്യങ്ങളെല്ലാം സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. ഇവിടെ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10+2 അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ 10+2 പാസ്സായോ അതോ ഇല്ലയോ എന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് +2ൽ 50% ഉണ്ടോ ഇല്ലയോ എന്ന് അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇംഗ്ലീഷിനും അതുപോലെ തന്നെ ഓവറോൾ. എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കണം. എസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. പിന്നെ 10+2ൽ നിങ്ങൾ PCM പഠിച്ച കേഡറ്റ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീം പഠിച്ച കേഡറ്റ് ആണോ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. PCM പഠിച്ച കേഡറ്റ് ആണോ നമ്മൾ എസ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സയൻസ് എന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. അതായത് നിങ്ങൾ ഏത് ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എയർഫോഴ്സ് എക്സ് ആണോ, എയർഫോഴ്സ് വൈ ആണോ, അത് രണ്ടിനും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ഒരു കേഡറ്റിന് രണ്ടിനും അപ്ലൈ ചെയ്യാം. രണ്ടിനും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ബോത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കൊമേഴ്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിച്ച കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേഡറ്റിന് വൈ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അതർ ദാൻ സയൻസ് സബ്ജക്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് സ്ട്രീമിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രീവിയസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങളുടെ സെലക്ട്
എഡ്യൂക്കേഷൻ ബോർഡാണ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റും. ഇവിടെയുണ്ട് നമ്മുടെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള. ഏതാണോ നിങ്ങളുടേതെന്ന് വെച്ചാൽ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളത് ടിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ എൻ്റർ അഗ്രിഗേറ്റ്, ഓവറോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാൻ പറ്റും. ഇൻഡിക്കേറ്റിംഗ് ഗ്രേഡിംഗ് സിസ്റ്റം ആസ് പെർ മാർക്ക് ഷീറ്റ്. നിങ്ങളുടെ പ്ലസ് ടുവിൽ പെർസെൻറ്റേജ് വൈസ് ആണോ മാർക്ക് അതോ ഗ്രേഡിംഗ് സിസ്റ്റം ആണെന്ന് വെച്ചാൽ എങ്ങനെയാണോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ ഓരോ എടുത്തും മെൻഷൻ ചെയ്യണം. മാത്സിനും ഫിസിക്സിനും ബയോളജിക്കും എല്ലാത്തിനും കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക കേട്ടോ കുട്ടികളെ. അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്ന ഇതേ രീതിയിലാണ്. ഡു യു ഹാവ് എനി അഡീഷണൽ മാർക്ക് ഷീറ്റ് എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ മെൻഷൻ ചെയ്യണം. കേരളത്തിലെ കുട്ടികൾക്ക് സാധാരണ വരാറില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ, എസ് എന്ന് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എസ് എന്ന് കൊടുക്കാവുള്ളൂ. നിങ്ങളവിടെ എസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2 നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യം വരും. മനസ്സിലായി? അതുപോലെ തന്നെ സ്റ്റേജ് 2 പോകുമ്പോഴും DV സമയത്ത് അവിടെയും ചോദിക്കും നിങ്ങളുടെ അഡീഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതായിരിക്കും. അതുകൊണ്ട് എന്താണ്, ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്യാവുള്ളൂ. നിങ്ങൾ കഫേയിൽ പോയിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്ത് പ്രത്യേകം പറയണം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ഇല്ലെന്ന്. അവരുടെ ഇഷ്ടത്തിന് എസ് 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 എന്നും പറഞ്ഞ് അങ്ങ് ഫില്ല് ചെയ്ത് വിടും. അവസാനം DV സമയത്ത് നിങ്ങളുടെ അടുത്ത് ചോദിക്കും അഡീഷണൽ ഡോക്യുമെൻ്റ് എന്ത് ചെയ്യുന്നു. അപ്പം പ്രോബ്ലം വരുന്നതായിരിക്കും. ക്ലിയർ? ഡു യു ഹാവ് കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തോ നോ എന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ പെർസിങ് ഗ്രാജുവേഷൻ ചെയ്യുകയാണോ ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. പിന്നെ എഞ്ചിനീയറിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണോ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പെർമനൻറ്റ് മാർക്ക് നിങ്ങളുടെ ബോഡിയിൽ മെൻഷൻ ചെയ്യണം. അതിനുശേഷം കാൻഡിഡേറ്റിൻ്റെ ഹൈറ്റ് മെൻഷൻ ചെയ്യണം, വേസ്റ്റ് സൈസ് മെൻഷൻ ചെയ്യണം, ഷൂ സൈസ് മെൻഷൻ ചെയ്യണം, പിന്നെ ചെസ്റ്റ് സൈസും മെൻഷൻ ചെയ്യണം. പിന്നെ അഡീഷണൽ ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ NCC ഉണ്ടോ, ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഫാദർ മദർ ഇന്ത്യൻ എയർഫോഴ്സിൽ സർവ് ചെയ്തിട്ടുണ്ടോ, എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഒരു വ്യക്തിയാണ് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഡ്രൈവിംഗ് അറിയാമെങ്കിൽ എസ് എന്ന് കൊടുക്കുക, നോ എന്ന് കൊടുക്കുക. ഡു യു ഹാവ് നോളജ് ഇൻ വെൽഡിംഗ് റിലേറ്റഡ് വർക്ക് അറിയാമോ? ഡു യു ഹാവ് എനി ക്വാളിഫിക്കേഷൻ ഇൻ കാറ്ററിംഗിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ? പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അതായത് IT എന്തെങ്കിലും നോളജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ആണ് ഡു യു ഹാവ് നോളജ് ഇൻ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും നോളജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അഡീഷണൽ സ്കിൽസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ സ്പോർട്സിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടോ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് നോൺ അതർ ദാൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഒഴിച്ച് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതിനുശേഷം പ്ലേസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് കൊല്ലം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. എവിടെ നിന്നാണോ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നത് ആ ഒരു ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ടെസ്റ്റ് സിറ്റി പ്രിഫറൻസ്. കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാനുള്ള സിറ്റി 5 രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 3 എണ്ണം നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റും അതുപോലെ തന്നെ 2 എണ്ണം ഔട്ട് ഓഫ് സ്റ്റേറ്റുമാണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിക്കാം. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് എക്സാം സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ എക്സാം സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിറ്റി ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായി? ഇതിനകത്ത് കേരളത്തിൽ തന്നെ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 എണ്ണം കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലെ സിറ്റി വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട്. ക്ലിയർ ആയല്ലോ? ടോട്ടൽ 5 ടെസ്റ്റ് സിറ്റി നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. കേരളത്തിലെയും പിന്നെ ഔട്ട്സൈഡ് സ്റ്റേറ്റിലെയും 2 എണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പിന്നെ ഡിണ്ടിഗൽ, മധുരൈ. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിയർ? നെക്സ്റ്റ് ആണ് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ എന്നൊരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പേജാണ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാണ് കൂടുതലും ചെയ്യേണ്ടുന്നത്. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫോട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ സൈസ് ആയിരിക്കണം. അതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഇനി ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് പറയണം നിങ്ങൾ, അതായത് ഈ അപ്ലോഡിങ്ങിൻ്റെ മാത്രം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിൻ്റെ മാത്രം സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത് പറയണം, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ കൂടുതൽ ലെങ്തി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഈ ഒരു സെഷനിൽ കേട്ടോ. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യണം, തമ്പ് ഇംപ്രഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളിവിടെ ഫീസ് കാണാൻ പറ്റുന്നതായിരിക്കും. 550 പ്ലസ് 18% GST ആണ് ആഡായിട്ട് വരുന്നത്. ടോട്ടൽ 649 ആണ് ഒരു കേഡറ്റിനായിട്ട് വരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഫോട്ടോയും സിഗ്നേച്ചറും പിന്നെ തമ്പ് ഇംപ്രഷനും എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ 5 ബോക്സ് കാണാം. ഇതിനകത്തെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തതിന് ശേഷം ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കണം. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫില്ല് ചെയ്ത കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതായത് ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് റിസിപ്റ്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സിൻ്റെ 4000 ആണ്, വൈ 2500 ആണ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 4000 ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെഷനുണ്ട്, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, എല്ലാം ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 1 മാത്രമല്ല സ്റ്റേജ് 2 ട്രെയിനിങ്ങിൽ ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് SRTയും ഗ്രൂപ്പ് ഡിസ്കഷനും ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ഫീസിൽ ലഭിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഡിഫൻസ് അക്കാഡമിയാണ്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം നമ്മുടെ ടീം കാണും. ഫൈനലി 2 നമ്പർ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. അതുപോലെ കുട്ടികളെ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 2 നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.